ഹലോ ഹായ് ഗുഡ് മോർണിംഗ് റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. നെയ് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ അരി ആട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാവിലെ 10 മണിയായപ്പോൾ അരി വെള്ളത്തിയിട്ട് എന്നിട്ട് വൈകിട്ട് 6 മണിയായപ്പോൾ ആട്ടി വെച്ച്. പിന്നെ അരിയും ഉഴുന്നും ഉലുവയും കൂടെയാണ് ഇട്ടത്. 5-6 വെള്ളം കഴുകി അരി കളഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലാണ് ആട്ടിയെടുത്തത്. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇതിൽ സോഡാപ്പൊടിയൊന്നും ചേർന്നിട്ടില്ല. ഉപ്പ് വീത്തി കലക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് ഇതായിരിക്കണം. പിന്നെ ചമ്മന്തിക്കറിയാണ്. ചമ്മന്തിക്കറിക്ക് തേങ്ങ, മുളക് പൊടി, ഒരു 5-6 കഷ്ണം ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെയാണ് ചമ്മന്തിക്കറിക്ക്. അപ്പോഴേ നമുക്ക് ദോശക്കല്ല് അടുപ്പിലോട്ട് വയ്ക്കാം. ഞാൻ നമ്മളെ സാധാ പണ്ടത്തെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഇതല്ല, ദോശക്കല്ലല്ല, അല്ലാത്തതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴും ഇത് ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യ് പുരട്ടി കൊടുക്കണം. നല്ലതുപോലെ നെയ്യ് പുരട്ടിയതിന് ശേഷം ചട്ടി ചൂടായി അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു തവി മാവ് ഒഴിക്കാം. എന്നിട്ട് നന്നായൊന്ന് രവി വരുമായിരിക്കും. ഇങ്ങനെ നന്നായി പുരട്ടി പുരട്ടിയതിന് ശേഷം നെയ്യ് ഒഴിച്ചു. ഇനി അത് വേവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരെണ്ണം മറിച്ച് തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് വലിയ ഒരു ഇതുണ്ടായിരുന്നിരുന്നെങ്കിൽ നല്ല ഇതായിട്ട് എടുത്തനെ. വേണ്ട, ഒരു ചെറിയ ദോശക്കല്ലായിപ്പോയി, അതുകൊണ്ടുള്ള മിസ്റ്റേക്കാണ്. ഇല്ലെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കിയിരുന്ന് കുഴപ്പമില്ല. ഇതാണ് രസം. അപ്പോൾ അടുത്തത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആദ്യത്തെ പോലെ തന്നെ നെയ്യ് പുരട്ടിക്കും. കുറച്ച് നെയ്യ് മതി, അല്ലെങ്കിൽ ഭയങ്കരമായ ചെവയായിരിക്കും നെയ്യ്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അതുപോലെ ആക്കാം. ഞാൻ അരിവാലയിലാണ് വെക്കണത് കേട്ടോ. ഇത് വേണ്ട, എനിക്കതാണ് ഇഷ്ടം. ഇതുണ്ടാക്കി അരിവാലയിലാണ് വെക്കുന്നത്. നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അതിന് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വീട്ടി അരച്ചെടുക്കാം. ഈ ചമ്മന്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഇരുമ്പി ചട്ടിയാണ് ഞാൻ വയ്ക്കുന്നത്. ഇരുമ്പി ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് അനക്കട്ടെ. അനന്നതിന് ശേഷം എണ്ണ ഒഴിക്കാം. ചൂടാവാതെ ഒഴിച്ചാൽ പൊട്ടി വെള്ളം കിടന്ന് പൊട്ടുമില്ല. ഇപ്പം ചട്ടി അനന്ന് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് കടുകിടാം. കടു പൊട്ടിക്ക് തെറിക്കും ചിലപ്പോൾ എത്ര ദിവസം തെറിച്ചിട്ടുണ്ട്. അപ്പം കടു പൊട്ടിക്കഴിഞ്ഞ് ഇനി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് അരപ്പൊഴിക്കാം. അരച്ച് വെച്ചിരുന്നത് ഉള്ളി ഇത് മൂത്തിട്ടുണ്ട്. കടുക് ഇതിലേക്ക് ചമ്മന്തിക്കറിക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് നന്നായി കഴുകി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറവാണ്, ഇത് കുറുകിയിരിക്കുന്നു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ശകലം കൂടെ വേണം. നല്ല ഇഞ്ചിയുടെ ചൊവ്വയും നല്ല ഇതുണ്ട് കേട്ടോ.
അപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ, തിളപ്പിക്കൂല, ഒന്ന് ചൂടാകുമ്പോൾ ഇറക്കി വയ്ക്കാം. ദോശ, ഒരടുപ്പിൽ ചമ്മന്തിക്കറി, അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നെയ് ദോശ, ചമ്മന്തിക്കറി, ചായ എല്ലാമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.